So welcome to the session. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ we learned ideal current source, ideal voltage source, and how to convert a voltage source into current source, and how to convert a current source back to voltage source. ഈ ഇത്രയും തിയറി വെച്ച് we can consider some problems. ഇത്രയും പഠിച്ച ഇത്രയും തിയറി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So we can move to the first problem. So this is the first problem. A lead acid battery fitted in a truck develops 24 volt and has an internal resistance of 0.01 ohm. It is used to supply current to headlights, etc. If the total load is equal to 100 watt, find the voltage drop in internal resistance and what is the terminal voltage. ഒരു കാറിനകത്തുള്ള ഒരു ട്രക്കിനകത്തുള്ള ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി 24 വോൾട്ട് ആണ് കൊടുക്കുന്നത്. അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് വിച്ച് ഈസ് 0.01. അത് ആ ബാറ്ററിയുടെ ഉപയോഗം നിങ്ങൾക്കറിയാം. ആ ട്രക്കിന്റെ എല്ലാ ആക്സസറിയിലേക്കും അതിന് പവർ കൊടുക്കണം. അങ്ങനെ ടോട്ടൽ ലോഡ് എത്രയെന്ന് ചോദിച്ചാൽ 100 വാട്ട് ലോഡ് അതിനുണ്ട്. അങ്ങനെയെങ്കിൽ എന്തുമാത്രം ഡ്രോപ്പ് ഇന്റേണൽ റെസിസ്റ്റൻസിന് ഉണ്ടാകുന്നു, എത്രയായിരിക്കും ടെർമിനൽ വോൾട്ടേജ്, ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വി നീഡ് ടു റൈറ്റ് ദ ഡേറ്റ ഫസ്റ്റ്. വളരെ ഭംഗിയായിട്ട് അതിനൊന്ന് വായിച്ചു നോക്കി ആ ഡേറ്റ എടുത്തെഴുതുക. അപ്പം ഇവിടെ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്, ജനറേറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 24 വോൾട്ട്. സോ E equal to 24. So this is total voltage, source voltage. Resistance, internal resistance തന്നിട്ടുണ്ട്. It is smaller equal to 0.01 ohm. Next, power തന്നിട്ടുണ്ട്, total load. It is 100 watt. It is 100 watt. So what is the first one? You need to first find out what is the voltage drop in internal resistance. Smaller എന്ന് പറയുന്ന internal resistance across ആയിട്ടുള്ള voltage drop എത്രയാണ്? It is very simple, right? എത്രയായിരിക്കും voltage drop എന്ന് പറയുന്നത് across the internal resistance? നമുക്കറിയാമെന്നുള്ള voltage drop എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ, voltage drop അല്ലെങ്കിൽ voltage എന്ന് പറഞ്ഞാൽ it is the product of current into resistance. കറണ്ടിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദാറ്റ് വോൾട്ടേജ്. ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ടോട്ടൽ കറണ്ട് ഇൻടു ഇന്റേണൽ, I into R. യു നോ R ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പക്ഷെ I തന്നിട്ടുണ്ടോ? I എത്രയാണ്, ടോട്ടൽ ലോഡ് കറണ്ട് എത്രയാണെന്ന് തന്നിട്ടില്ല. പക്ഷെ അത് കണ്ടുപിടിക്കാൻ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ടോട്ടൽ പവർ, ലോഡ് പവർ തന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 100 വാട്ട്. അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് ദി കറണ്ട്. കാരണം ലെറ്റ് I ബി ദ ലോഡ് കറണ്ട്. I ആണ് ലോഡ് കറണ്ട് എങ്കിൽ P എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സോഴ്സ് വോൾട്ടേജ് E ഇൻറ്റു I. VI ആണ് പവർ. സോ ഹിയർ നമ്മൾ E ആയിട്ടാണ് എടുത്തത്. സോ ഇറ്റ് ഈസ് E ഇൻറ്റു I. അവിടെ നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? I എന്ന് പറയുന്നത് P by E. So P is 100 and E is 24. So 100 by 24 which is approximately 4.2 ampere ആണ് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട്. 4.2 ampere ആണ് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട്. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ what is the voltage drop across the series resistance? It is nothing but 4.2 into 0.01. 4.2 into 0.01 which is greater than 0.042. 0.042 volt. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു ഇത് കിട്ടി. കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദാറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഓൾസോ വെരി സ്മോൾ. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഇസ് ദ ടെർമിനൽ വോൾട്ടേജ്? ടെർമിനൽ വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ബാറ്ററിയുടെ രണ്ട് ടെർമിനൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്താൽ എത്ര വോൾട്ടേജ് കിട്ടും? സോ ടെർമിനൽ വോൾട്ടേജ് ഇസ് നത്തിങ് ബട്ട്, എന്താ ടെർമിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ? ടെർമിനൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു നിങ്ങൾ കൊടുത്ത സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, എത്ര ഇന്റേണൽ റെസിസ്റ്റൻസിന് ഡ്രോപ്പ് ആയി, E മൈനസ് I ഇൻറ്റു R. അതായിരിക്കും ടെർമിനലിൽ വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ടെർമിനൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ സോഴ്സ് വോൾട്ടേജ് മൈനസ് അടുത്ത സ്മോൾ r ഇന്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള ഡ്രോപ്പ് I ഇൻറ്റു R.
ഈ എത്രയാ 24 മൈനസ് 0.042 24 മൈനസ് 0.042 എത്ര വരും? അപ്രോക്സിമേറ്റ്ലി 23.958 23.958 ഇത്രയും ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്ന ടെർമിനൽ വോൾട്ടേജ്. ജസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദി സോഴ്സ് വോൾട്ടേജ് 24. പക്ഷേ ടെർമിനൽ വോൾട്ടേജ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു 23.958. സോ ഓൾമോസ്റ്റ് ഓൾ ദ സോഴ്സ് വോൾട്ടേജ് ഈസ് getting at the terminal. Why? Because the internal resistance is very small. Internal resistance വളരെ ചെറുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ടെർമിനൽ വോൾട്ടേജ് ഇത്രയും കിട്ടുന്നത്. ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടിയെന്നുവെങ്കിൽ ഈ ഡ്രോപ്പ് ഇവിടെ കൂടിയേനെ, ഈ ഡ്രോപ്പ് ഇവിടെ കൂടിയെന്നുവെങ്കിൽ അത്രയും ഡിഫറൻസ് അവിടെ വന്നേനെ. അതുകൊണ്ടാണ് ഒരു ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തെന്ന് പറയുന്നത് സ്മോൾ ആണെന്ന് പറയുന്നത്. പ്രോബ്ലം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A DC source generating 500 volt has an internal resistance of 1000 ohm. Find the load current if the load resistance is 10 ohm, 50 ohm and 100. മൂന്ന് ലോഡ് റെസിസ്റ്റൻസ് വരുന്നു. 10 ohm, 50 ohm, 100 ohm വന്നാൽ എന്തുമാത്രം ലോഡ് കറണ്ട് അവിടെ വരും എന്നതാണ് കണ്ടുപിടിക്കുന്നത്. The problem is very simple. You can do by yourself. So I will give you the clues. First one, you have to write down the data. Source voltage എന്നിട്ടുണ്ട്. E എന്ന് പറയുന്നത് it is 500 volt and its internal resistance smaller equal to 1000 ohm. First, find the load current if the load resistance is 10 ohm. Load resistance 10 ohm ആയാൽ എത്രമാത്രം load current വരും? So current is nothing but voltage by resistance. So here voltage by total resistance. So I equal to what is the voltage, total voltage? It is E divided by what is the total resistance? Random series ആണ് അല്ലേ? So you have to find out small r plus RL. So in this case it is 500 divided by 1000 plus 10. 1000 plus 10. So you will get what is the current when the load resistance is 10 ohm. Next, if you want to know what is the load current when the load resistance is 50 ohm, here small r plus 50. ഈ രീതിയിൽ ആ മൂന്ന് കേസും ചെയ്ത് ഉത്തരം പറഞ്ഞു തരിക. ഓക്കെ, എളുപ്പമല്ലേ? അതായത് നിങ്ങൾക്ക് ലോഡ് കറണ്ട് കണ്ടുപിടിച്ചാൽ മതി. മൂന്ന് കേസ് ഉണ്ട്. ടോട്ടൽ വോൾട്ടേജും ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് കോൺസ്റ്റന്റ്. ആ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ കൂടെ ഓരോ തവണയും ലോഡ് റെസിസ്റ്റൻസിനെ കൂട്ടി ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ലോഡ് കറണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. Convert the constant voltage source shown in the figure into constant current. ഫിഗറിൽ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സിനെ എന്താക്കുക? കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആക്കുക. So this is figure. You can see a 10 volt power supply in series with 10 ohm internal resistance. And A and B are the two terminals. അപ്പം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കാം. We need to first find out the current. For that എന്ത് ചെയ്യണം? Short circuit the terminals A and B. A and B യും ഷോർട്ട് ചെയ്യുക and find out the equivalent short circuit current. So 10 ohm. അപ്പോൾ ഇത് നിങ്ങൾ എഴുതണം. You need to write down the steps. First, you have to write short circuit the terminals A and B, and then find out the short circuit current I. So A, B, 10 ohm. So I is nothing but what? 10 volt divided by 10 is 1 ampere. So this is the current source. So this is the current that should be generated by the current source. A current source generate the current ആണ് 1 ampere. So the equivalent current source has a magnitude of 1 ampere. അത് കിട്ടി. അടുത്തതിന് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്. Replace the battery with this internal resistance. അപ്പം ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, എത്രയാണ്? 10 ohm ഉണ്ട്. അപ്പോൾ ബാറ്ററിക്ക് പകരം 10 ohm കാണിക്കുക. Then find out the resistance between A and B when the load RL removed. So ഇവിടെ RL ഇല്ല, അതുകൊണ്ട് തന്നെ then find out the resistance between A and B. So what is that resistance? R is nothing but 10 ohm. So you got the magnitude of the current that should be generated by the current source, and you got what is the parallel resistance. You can draw the figure. So this is equivalent to ഈ രീതിയിൽ പടം വരച്ചാൽ മാത്രമേ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആവൂ. Current source
there should be generated a 1 ampere current in parallel with 10 ohm low resistance with the തന്നിട്ടുണ്ട്. Okay. So this is the equivalent current source. മനസ്സിലായല്ലോ? അതാ ഞാൻ പറഞ്ഞ ഈ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വേണം ഈ ഫിഗർ വരയ്ക്കാൻ. In this way you can convert a voltage source into current source. അടുത്തലേക്ക് പോകാം. So here the question is convert the constant current source in the figure into equivalent voltage source. Current source നെ എന്ത് ചെയ്യുക? Equivalent voltage source ആക്കി മാറ്റുക. Very simple. First you have to find out what is the voltage of that voltage source. ആ വോൾട്ടേജ് എത്രയാണെന്നാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. എന്തായിരിക്കും ആ വോൾട്ടേജ്? It is nothing but that current into is internal resistance. So it is current, it is 6 milliampere. So 6 into 10 raised to minus 3 into resistance is 2 kilo ohm. So 2 into 10 raised to 3. So it is 12. So the equivalent current source that needs to generate a voltage which is equal to 12 volt. ആ വോൾട്ടേജ് സോഴ്സ് 12 വോൾട്ട് ജനറേറ്റ് ചെയ്യണം. ആൻഡ് വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ്? സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പാരലൽ. സോ ഇറ്റ് ഈസ് 2 kilo. So in this way you can convert a current source into a voltage source. എന്ത് ചെയ്യണം? First you have to find out a voltage. ആ വോൾട്ടേജ് എത്ര കൊണ്ടുവരണം? 12 volt battery in series with a resistance 2 kilo ohm. Then the terminal. So in this way you can convert a current source into voltage source. എളുപ്പമല്ലേ? Hope you understand this problem. ഇനി നമുക്ക് നെറ്റ്വർക്ക് തിയറംസിലേക്ക് നമുക്ക് അടുത്ത സെഷനിൽ പോകാം. Thank you.